ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ കമൻറ്റ് അടിക്കുന്നതിന് ഞങ്ങളുടെ പാർട്ടി ചടങ്ങിൻ്റെ അകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലതുണ്ട്. പക്ഷേ ഒരു വാചകം ഞാൻ പറയാം, ഇത് നമ്മൾ കുറച്ചായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ്. തിരുവനന്തപുരത്തിൽ BJP പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. അവർ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലം അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 2024 ഈ 4ാം തവണ വിജയം നേരിയപ്പോഴും കൂടി നഗരത്തിൽ ഭൂരിപക്ഷം അവർക്കായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോഴേ കണ്ട ഒരു വാർണിംഗ് സിഗ്നൽ ഞാൻ അപ്പോഴേ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ്. നമ്മളുടെ പ്രവർത്തനത്തിൽ ചില കുറവ് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഓരോരോ ജനങ്ങളുടെ ഇടയിൽ നമ്മുടെ സന്ദേശം എത്തിക്കുന്നതിൽ വളരെ കുറവുണ്ടായിട്ടുണ്ടാവാം. അതിനെ നമ്മൾ ഈ 1.5 വർഷത്തിൽ മാറ്റാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജനങ്ങൾ കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത പോലെ നഗരത്തിൽ BJPക്ക് സപ്പോർട്ട് കൊടുത്തു. നേരെ മറിച്ച് നമുക്ക് ഗ്രാമദേശത്തിലും തീരദേശത്തിലും ഒക്കെ നമ്മൾ ശക്തമായി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മൊത്തത്തിൽ പോയി എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ നഗരം ഈ തവണ BJP ജയിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ പ്രചരണത്തിൽ ഞാൻ ആവശ്യപ്പെട്ട എല്ലാവരും മാറ്റത്തിൻ്റെ സമയമായി. 45 വർഷം ഈ നഗരത്തെ നയിച്ചത് ശരിയല്ല. നമുക്ക് പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് ഈ നഗരത്തിൽ. അതിനെ ശരിയാക്കുന്ന മാറ്റം കൊണ്ടുവരും. ഞാൻ ആഗ്രഹിച്ചത് നമ്മളുടെ ശബരിനാഥനെ പോലെ യുവ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ മാറ്റം കൊണ്ടുവരേണ്ടത്. അതിൻ്റെ പകരം ജനങ്ങൾ വേറൊരു പാർട്ടിക്ക് അവസരം കൊടുത്തു. പക്ഷേ ജനങ്ങളുടെ ആവശ്യം മൊത്തത്തിൽ മാറ്റം തന്നെ ആയിരുന്നു. അതും മനസ്സിൽ വെക്കണം. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വോട്ടർ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3-4 ഇലക്ഷനും കൂടുതൽ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ അത്രത്തോളം മടുത്തു ഈ സർക്കാരിൻ്റെ നഗരസഭ ഭരണം കണ്ടിട്ട്. അതുകൊണ്ട് അവർക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. ആ മാറ്റത്തിനെ വിലയിരുത്താൻ സാധിച്ച് നല്ലോണം പ്രചരണം ചെയ്ത് എല്ലാ വാതിലും പോയി മുട്ടി വോട്ട് വാങ്ങിയത് BJP ആയിരുന്നു ഈ തവണ. അതിൻ്റെ അർത്ഥമല്ല ഐഡിയോളജിയോ വേറെ വല്ല കാര്യത്തിൽ വേറെ വല്ല വിഷയം വന്നു എന്ന്. എനിക്ക് തോന്നുന്നു ജനങ്ങൾക്ക് മാറ്റം ആവശ്യമുണ്ടായിരുന്നു. ആ മാറ്റത്തിൽ വോട്ട് ചെയ്തു. അവർ വോട്ട് ചെയ്ത പാർട്ടി മറ്റേ പാർട്ടിയാണ്, നമ്മളുടെ അല്ല. പക്ഷേ ഈ മാറ്റത്തിനും ഈ നഗരത്തെ നന്നാക്കാനും ഞങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കും, അതിനുവേണ്ടി പ്രവർത്തിക്കും.